1970-കൾ പോക്കുവയിൽ പൊന്നുരുകി കടലുണ്ടിപ്പുഴയിലേക്ക് വീണു. പാണക്കാട്ടെ പള്ളിമിനാരം മഗ്‌രിബ് വാങ്കിന് കാതോർത്ത് നിന്നു. കൊടപ്പനക്കലെ പൂമുറ്റത്ത് അപ്പോഴും ആളൊഴിഞ്ഞിട്ടില്ല. പുഴ പോലെ നീണ്ട ആ കാരുണ്യപ്രവാഹത്തിൻ്റെ കരയിലേക്ക് നിലവിളികൾ ഉടലുകെട്ടി പിന്നെയും പിന്നെയും കാൽ നടകൊണ്ടു. പിണങ്ങി നിന്ന ഇണകൾ, പോർവിളിച്ചെത്തിയ കുടുംബങ്ങൾ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇടഞ്ഞുപോയ അയൽവാസികൾ, ആശ്വാസം തേടിയെത്തുന്ന ആധിവ്യാധി ക്ലേശങ്ങളാൽ കണ്ണീരൊടുക്കുന്നവർ, ആവലാതിക്കെട്ടുകളുമായി തറവാടിൻ്റെ പടിപ്പുര കടന്നെത്തിയ പരശതങ്ങൾക്ക് മുന്നിൽ നിലാവുദിച്ച പോലെ തങ്ങളുപ്പാപ്പ സയ്യിദ് PMSA പൂക്കോയത്തങ്ങൾ. പൂമുഖത്ത് ഏവരെയും സൗമ്യമായി നേരിടുകയാണ് പൂക്കോയ. അവരെ കേട്ട ശേഷം പാതി വിടരുന്ന പുഞ്ചിരി, നേർത്തു നനുത്ത വാക്കുകൾ, സ്നേഹത്തലോടൽ. മഞ്ഞുരുകി എല്ലാം ഇല്ലാതെയാകുന്നു, മനസ്സുകൾ ഒന്നാകുന്നു. സാന്ത്വന മന്ത്രങ്ങൾ മേലാപ്പ് കെട്ടിയ കോലായിലെ ചാരുപടിയിൽ തൻ്റെ ഊഴവും നോക്കി സാത്വികനായ ആ പണ്ഡിതനും ക്ഷമയോടെ കാത്തിരുന്നു. ആനക്കര CK എന്ന ചോലയിൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സഞ്ചരിക്കുന്ന സ്ഥാനപതി. ആഗതൻ്റെ വിഷയം വ്യക്തിപരമല്ല, സാമുദായികമാണ്, സംഘാടകമാണ്, സർവോപരി സമസ്തയാണ്. ആൾക്കൂട്ടത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആ തലപ്പാവ് പൂക്കോയത്തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഊഴം തെറ്റിച്ച് കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ കൈമാടി വിളിച്ചു പൂക്കോയ. തിക്കിത്തിരക്കി അടുത്തെത്തിയ മുസ്ലിയാരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു വലിയ തങ്ങൾ. ഒഴിഞ്ഞു പോയിരുന്നതെന്തേ എന്ന് പരിഭവം പറഞ്ഞു പൂക്കോയ. അതൃപ്പത്തിൻ്റെ ആഹ്ലാദത്തിൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ചോദിച്ചു, നമുക്ക് പോണ്ടേ തങ്ങളെ? വലിയ തങ്ങൾ ചിന്താമൂകനായി. കൊടപ്പനക്കല തിരക്കൊഴിഞ്ഞിട്ടില്ല. കാത്തുകെട്ടി നിൽക്കുന്ന ഈ മനുഷ്യരെ ഇട്ടെറിഞ്ഞിട്ട് എങ്ങനെ പോകാനാണ്? മാത്രമല്ല, അവിചാരിതമായി എത്തിച്ചേർന്ന ഒരു വർത്തക സംഘത്തിൻ്റെ വിഷയം ഒത്തുതീർപ്പാക്കാനുമുണ്ട്. അവരാകട്ടെ പാണക്കാട്ടെ ജുമുഅത്ത് പള്ളിയിൽ കാത്തിരിക്കുകയുമാണ്. എന്നുവച്ച് കുഞ്ഞഹമ്മദ് മുസ്ലിയാരെ കൈയൊഴിയാനൊക്കുമോ? കോട്ടക്കലെ ഇന്നത്തെ സമ്മേളനത്തിലേക്ക് എത്താമെന്ന് കുഞ്ഞഹമ്മദ് മുസ്ലിയാരോട് നേരത്തെ ഏറ്റുപോയതാണ് പൂക്കോയ. കൊണ്ടുപോവാനാണ് മുസ്ലിയാർ എത്തിയിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ സംഘാടകനാണ്. സമസ്ത പണ്ഡിത സഭയുടെ സമുന്നതനായ സാരഥിയാണ്. ഉലമാ ഉമറ അകക്കണ്ണികൾ ചേർത്തിണക്കുന്ന മധ്യവർത്തികളിലെ പ്രധാനിയാണ്. ആ മുഹിബിനെ എങ്ങനെയാണ് പൂക്കോയക്ക് നിരസിക്കാനാവുക? കൊടപ്പനക്കല തങ്ങളുപ്പാപ്പ വീണ്ടും മൗനിയായി. അവലാദിക്കാരുടെ ആൾത്താരയിലേക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുസ്ലിയാരുടെ മുഖത്തേക്കും മാറി മാറി നോക്കി നിസ്സഹായനായ പൂക്കോയ. ഇല്ല, മനസ്സിൻ്റെ സർവാദരവുകൾ ഏറ്റുവാങ്ങിയ വലിയ തങ്ങളെ വിഷമിപ്പിക്കാൻ കുഞ്ഞഹമ്മദ് മുസ്ലിയാർക്കും കഴിയില്ല. മുസ്ലിയാർ മൗനത്തിൻ്റെ പുറംതോട് പൊട്ടിച്ചു. എങ്കിൽ ഞാൻ ഇവിടുത്തെ പകരക്കാരനായി കോയമോൻ ശിഹാബിനെ കൊണ്ടുപോട്ടെ? പൂക്കോയത്തങ്ങൾ മുഖമൊന്നുയർത്തി. തൊപ്പി പൊന്തിച്ച് നരവീണ തലയിൽ സ്വയം തലോടിക്കൊണ്ട് അർദ്ധോക്തിയിൽ പറഞ്ഞു, കോയമോന് അതൊന്നും പരിചയമില്ലല്ലോ. ഏതായാലും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കൊടപ്പനക്കലെ പടിപ്പുരയിലേക്കോടി. അതിൻ്റെ മച്ചിൽ കോയമോൻ എന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. എഴുത്തും വായനയുമായി സർഗ സപര്യയിൽ ലയിച്ചിരിക്കുന്ന കോയമോൻ്റെ ലോകം. ഈജിപ്ത് പഠനത്തിലെ അവധിക്കാലത്ത് നാട്ടിലെത്തിയതായിരുന്നു ശിഹാബ്. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ആഗമനം അറിയിച്ചു. ബേജാറിൻ്റെ ഒറ്റ വീർപ്പിൽ അഭ്യർത്ഥനയുടെ കെട്ടഴിഞ്ഞു. കോട്ടക്കൽ സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടകനായി പൂക്കോയത്തങ്ങളെ എത്തിക്കാമെന്ന് പരിപാടിയുടെ സംഘാടന ചുമതലയുള്ള ഞാൻ ഏറ്റതാണ്. വാക്കുകൊടുത്തത് സമസ്തയുടെ പണ്ഡിത സഭയ്ക്ക് മുന്നിലാണ്. പിന്മാറാൻ വയ്യ. കൂടെ വന്ന് ബാപ്പയെ പ്രതിനിധീകരിക്കണം, സഹായിക്കണം. സയ്യിദ് ശിഹാബിൻ്റെ ചന്ദനം കടഞ്ഞ കരം ഗ്രഹിച്ച് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അപേക്ഷിച്ചു. നാണം കുണുങ്ങിയും ഏകാകിയുമാണ് കൗമാരക്കാരനായ കോയമോൻ. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ ഏറെ മടിയുള്ള തങ്ങളുട്ടി. കോയമോൻ പതറി നിന്നു. ഞാനോ എന്ന് വിസ്മയം തീർത്ത വിനയം. നിരാസമോ നിഷേധമോ അല്ല.
ഉച്ചഭാഷിണിക്ക് മുമ്പിൽ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ശാന്തശീലൻ്റെ ലജ്ജയിൽ പൊതിഞ്ഞ സംഭ്രമമായിരുന്നു ശിഹാബിന്. കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പിന്മാറിയില്ല. ജുബ്ബക്കീശയിലെ പുകലപ്പാത്രം തുറന്ന് മുസ്ലിയാർ ഒരു നുള്ള് നസ്യം ചെയ്തു. എന്നിട്ട് തൻ്റെ സ്വതസിദ്ധമായ നയതന്ത്രചാരുത സ്നേഹത്തോടെ പ്രയോഗിച്ചു. സൗമ്യനായ ശിഹാബിന് ബാപ്പയുടെ മുഹിബിനെ അനാദരിക്കാനാകുമായിരുന്നില്ല. മനമില്ലാ മനസ്സോടെയെങ്കിലും കോയമോൻ ഒരുങ്ങി. പിതാവ് പൂക്കോയത്തങ്ങളുടെ പ്രാർത്ഥനയും ആശീർവാദവും സ്വീകരിച്ച് സയ്യിദ് ശിഹാബ് ഒരു ബഹുസമ്മേളനത്തിൻ്റെ ജനസമക്ഷത്തിലേക്ക് ആദ്യമായി വലതുകാൽ വച്ചു. കോട്ടക്കലെ ആത്മീയ നഗരിയിൽ പുരുഷാരം കാത്തിരിക്കുകയായിരുന്നു. മുസ്ലിം കേരളത്തിൻ്റെ ഹൃദയസിംഹാസനം വാഴുന്ന പൂക്കോയത്തങ്ങളുടെ പുന്നാരമോൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിൻ്റെ കന്നിപ്രസംഗം ആബാലവൃദ്ധം തക്ബീർ ധ്വനികളാൽ ഏറ്റുവാങ്ങി. ആർജവജ്ഞാനത്തിൻ്റെ കരുത്തിൽ സഭാകമ്പം വിട്ടൊടിഞ്ഞ സയ്യിദ് ശിഹാബിന് പ്രൗഢമായൊരു പ്രസംഗകനിലേക്ക് പരകായ പ്രവേശം ചെയ്യാൻ അധിക നേരം വേണ്ടി വന്നില്ല. തീരം തല്ലിപ്പൊളിക്കുന്ന തിരമാലയല്ല, ഇടറുന്ന ഇലച്ചാർത്തുമല്ല, നൈൽ നദീ തീരത്തുനിന്ന് കോരിയെടുത്ത ആത്മീയ തീർത്ഥം അമൃതവർഷമായങ്ങനെ വരണ്ട മനസ്സുകളെ നനച്ചുപോയി. അനുവാചക ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുന്ന വചസ്സുകൾ, ചിതൽമേഞ്ഞ ചിന്തകളെ ചിന്തേറിട്ട് പോവുകയാണത്. ആർദ്രമായ മൊഴികളിലൂടെ പിന്നീടൊരു മഹാപ്രവാഹമായി മാറുകയാണത്. ഏത് പഥികനും പിന്നാലെ നടന്ന് നുള്ളിപ്പെറുക്കിയെടുക്കാവുന്ന തരത്തിൽ ഹിദായത്തിൻ്റെ വിത്തുകൾ ഉതിർന്നിടുന്ന അരുളുകൾ. ആ സൗമ്യ ശബ്ദമാണ് പിന്നെ അതിരുകൾ കടന്ന് ഭൂഖണ്ഡങ്ങളെ ഭേദിച്ച ചരിത്രമായത്. തീക്കാറ്റ് വീശിയ ഇന്ത്യൻ ബഹുസ്വരതയിൽ ആത്മസംയമനത്തിൻ്റെ ശമനതാളമായത്. ഒരു സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ തന്നെയും അവസാന വാക്കായി കാലം കാതോർത്ത് നിന്നത്. ആദ്യ പ്രസംഗത്തിൻ്റെ അമ്പരപ്പ് മാറ്റി സയ്യിദ് ശിഹാബിനെ പാണക്കാട്ട് തിരിച്ചെത്തിക്കുമ്പോൾ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കണ്ടു, ബാപ്പ പൂക്കോയത്തങ്ങളുടെ കണ്ണുകളിൽ അഭിമാന വാത്സല്യത്തിൻ്റെ പാനൂസുകൾ പൂക്കുന്നു. കൊടപ്പനക്കലെ പടിപ്പുരയിറങ്ങാൻ നേരത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തങ്ങളുപ്പാപ്പയുടെ കാതിൽ മന്ത്രിച്ചു, അൽഹംദുലില്ലാഹ്, ഇളം തലക്കൽ കാതലിൻ്റെ ആരംഭം. വല്ലിപ്പ പറഞ്ഞ കഥകൾ. എഴുത്ത് അഷ്റഫ് ആളത്ത്. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഒരു ഇതൾ ഇവിടെ എടുത്തു വെക്കുകയാണ്. ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ക്ഷുദ്ര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കുറഞ്ഞ ഒരു സമയത്തേക്കെങ്കിലും തളർത്താൻ കഴിഞ്ഞേക്കും, തകർക്കാൻ കഴിയില്ല. കാരണം ഇത് മഹാരഥന്മാരായ ആരിഫീങ്ങളും സൂഫിയാക്കളും ഔലിയാവും വെള്ളവും വളവും നൽകി തളിരിട്ട് വടവൃക്ഷമായി നിൽക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സത്യം തകരാതെ സമസ്ത തകരില്ല. ബഹറല നീങ്ങിടുന്നേ പായ കപ്പല്, കേരം നിറഞ്ഞ ചേരമാൻ്റെ രാജ്യം മുന്നിൽ കണ്ട് കാതങ്ങൾ താണ്ടി അന്ന് വന്നു ചുങ്കില്. മാലിക് ദിനാറും സംഘം കേരമണ്ണിൽ